ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ 65 ആണ് കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഈസി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇടുക. 1/2 ടീസ്പൂണ് ഗരം മസാല ഇടുക. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇടുക. അപ്പം ഇതിൽ ഞാൻ ചിക്കൻ 1/2 കിലോ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത്, അല്ലെങ്കിൽ ഇതിൽ 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഞാൻ ചേർക്കേണ്ടതുണ്ട്. ഞാൻ ചേർക്കേണ്ടത് കാണിക്കുന്നില്ല, കൂട്ടുകാരത് ചേർത്തോളാം. അപ്പം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. പെപ്പർ പൗഡർ 1/2 ടീസ്പൂണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ്. അങ്ങനെ ഓവറായിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമില്ല. അത് കാരണം കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തുള്ള. അരിപ്പൊടി 2 ടീസ്പൂണ്, പാകത്തിനുള്ള ഉപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ലെമൺ ജ്യൂസും കൂടി ചേർക്കണം. അതിലേക്ക് തൈര് 2-3 ടേബിൾ സ്പൂൺ ചേർക്കണം. അതപ്പോൾ മിക്സ് ചെയ്യാനുള്ളത് അത്രയും ചേർക്കണം. തൈരിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇതിലേക്ക് നിൽക്കേണ്ടത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ടാൽ മതി. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണത്. അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബോണോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് അത്ര ചെറിയ പീസുകളല്ല, ഇത്തിരി വലിയ പീസുകൾ തന്നെയാണ് ഞാൻ 65 ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. എന്നാലാണ് അതിലേക്ക് എല്ലാതും ശരിക്കും പിടിക്കുള്ളൂ മസാലകളൊക്കെ. അതിനിടയ്ക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാനായിട്ട് മറന്നുപോയി. അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, അതുകൂടി ഇടുക. 2 ടീസ്പൂണ് ഇടുക. അതും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് എങ്കിലും അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഞാൻ എല്ലാതും ചീയൻ ചട്ടിയിലാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യം പെട്ടെന്ന് മറന്നു പോയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ വെച്ചു. എണ്ണ ചൂടായി നോക്കാൻ ഞാനൊരു വേപ്പിലാണ് ഇട്ട് നോക്കിയത്. ചൂടായി വന്നിട്ടുണ്ട് അത്. അപ്പം ഈ ചിക്കൻ നമ്മൾ അടിയിന്ന് അങ്ങനെ എടുത്തൊന്ന് ഇളക്കിയിട്ട് വേണം അതിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ മസാലകൾ താഴത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്ന് തന്നെ ഇടണം, ഒരുമിച്ച് ഇടരുത്. ഞാൻ ആദ്യമൊക്കെ ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ എനിക്ക് കൂട്ടി പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് അങ്ങനെ കോരി ഇടരുത്, ഓരോന്ന് തന്നെ കൈകൊണ്ട് എടുത്തിടണം. കൈകൊണ്ട് ടീസ്പൂൺ കൊണ്ട് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇടുക. കുറച്ച് സ്ഥലം ഇടയിൽ ഗ്യാപ്പും ഇടണം. ഞാൻ എല്ലാതും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. കൂടുതൽ ഓയിൽ ഒഴിക്കാൻ വെച്ചാൽ മറിച്ചിടുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേഗം കോരിയെടുക്കാൻ പറ്റും. ഞാൻ അത്രയ്ക്കധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, അത് കാരണം കൊണ്ടൊന്ന് മറിച്ചിടണം. എല്ലാത്തും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിനി അത് കോരിയെടുക്കാൻ നോക്കട്ടെ. അപ്പം ഞാനും ചേട്ടനും ചെറിയ മോനും കൂടി ഒരു കല്യാണത്തിന് പോയി. അപ്പം മൂത്ത മോനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടണം. അത് കാരണം കൊണ്ടാണ് ഞാനപ്പോൾ ഇത് ചിക്കൻ 65 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അവനതാണ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് ഒന്ന് കൂട്ടുകാർക്ക് കൂടി കാണിക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ചിക്കൻ 65 ഉണ്ടാക്കിയത്. എല്ലാതും കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി എനിക്ക് അങ്ങനെ ഉണ്ടാക്കണം. 3-4 വെച്ചുണ്ടായിരുന്നു. ഇനി അതിൽ അരിപ്പയിലിട്ടുണ്ടെങ്കിൽ ഒന്ന് വാർന്നു പോക്കോട്ടെ അതിൻ്റെ ഓയിലൊക്കെ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. അതിലത്തെ തന്നെ ഓയിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടാണ് അതിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തത്. ജിഞ്ചർ പൊടിയായിരുന്നത് 2 ടീസ്പൂണ്, ഗാർലിക് 2 ടീസ്പൂണ്, 3-4 ഗ്രീൻ ചില്ലി, അതെല്ലാതും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മസാലയ്ക്ക് ഇത്തിരി സാൾട്ട് ഇടണം. നല്ലോണം ഒന്ന് വഴലണം. ഇതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ചില്ലി സോസ് 2 ടീസ്പൂണ്,
ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ റെഡ് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. വീഡിയോ അല്ലേ, അത് കാരണം കൊണ്ടാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. കറിവേപ്പില ഒഴിക്കുക. ഒന്ന് കുഴഞ്ഞിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ചിക്കൻ ഇടുക. ഒന്ന് റെഡി തിളച്ചതിന് ശേഷം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ സമയത്താണ് ഉപ്പിട്ടത്, മസാലയിൽ ഇടാൻ പെട്ടെന്ന് മറന്നുപോയി. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ, ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നാളെ രാവിലെ 9 മണിക്ക്.